ടൈപ്പ് സ്റ്റഡി ഫ്രോഗ് സർക്കുലേറ്ററി സിസ്റ്റം. ഈ സെഷനിൽ ഫ്രോഗിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ബേസിക് ഫീച്ചേഴ്സാണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ മേജർ കമ്പോണൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് അനലൈസ് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈമറി കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പമ്പിംഗ് ഓർഗനായിട്ടുള്ള 3 ചേമ്പേർഡ് ഹാർട്ടാണ്. 3 ചേമ്പേഴ്സാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, 2 ഓറിക്കിളും 1 വെൻട്രിക്കിളും. പിന്നെ ഉള്ളത് ബ്ലഡ് വെസൽസ് ആണ്. 2 കാറ്റഗറി ബ്ലഡ് വെസൽസ് ആണ് വരുന്നത്, ആർട്ടറീസ്, വെയിൻസ്. പിന്നെ വേറൊരു അഡീഷണൽ കാറ്റഗറി കൂടെ ഉണ്ട്, കാപ്പിലറീസ്. ആർട്ടറീസ് എന്ന് പറയുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്ലഡ് വെസൽസ് ആണ്. വെയിൻസ് എന്ന് പറയുന്നത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്യുന്ന ബ്ലഡ് വെസൽസ് ആണ്. ദെൻ കാപ്പിലറീസ് ആർ മൈന്യൂട്ട് ബ്ലഡ് വെസൽസ് വിത്ത് സ്മോളർ ഡയമീറ്റർ. അപ്പോൾ അത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ ആകാം, ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ആകാം. പിന്നെ ഉള്ളത് ഇതിൻ്റെ സർക്കുലേറ്ററി ഫ്ലൂയിഡ് ആയിട്ടുള്ള ബ്ലഡ് ആണ്, വെർട്ടിബ്രേറ്റ് ബ്ലഡ്. ഓക്സിജനെ ക്യാരി ചെയ്യുന്ന ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന റെസ്പിറേറ്ററി പിഗ്മെൻറ്റ് അടങ്ങിയിരിക്കുന്ന ബ്ലഡ്. ഇനി നമുക്ക് ഹാർട്ടിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് നോക്കാം. ഒരു മസ്കുലർ ഓർഗനാണ് ഹാർട്ട്. ഹാർട്ടിലുള്ള മസിൽസ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മസിൽസ് ആണ്. ഓട്ടോണോമസ് റിതമിക് കപ്പാസിറ്റി ഉള്ള സ്ട്രക്ചേഴ്സ് ആണ്. കാർഡിയാക് മസിൽസ് എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് മസിൽസ് കൊണ്ടാണ് ഈ ഹാർട്ട് എന്ന് പറയുന്ന ഓർഗൻ ഉണ്ടായിരിക്കുന്നത്. ഇതിനെ കവർ ചെയ്തൊരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഉണ്ട്. ആ പ്രൊട്ടക്റ്റീവ് കവറിങ്ങിന് പറയുന്ന പേരാണ് പെരികാർഡിയം. പെരികാർഡിയം ഈസ് ദ പ്രൊട്ടക്റ്റീവ് എൻവലപ്പ് ഓഫ് ദ ഹാർട്ട്. നേരത്തെ തന്നെ പറഞ്ഞു, 3 ചേമ്പേഴ്സ് ആണ് ഹാർട്ടിനുള്ളത്, 2 ഓറിക്കിളും 1 വെൻട്രിക്കിളും. പിന്നെ ഇത് കൂടാതെ തന്നെ 2 അഡീഷണൽ ചേമ്പേഴ്സ് വരുന്നുണ്ട്, സൈനസ് വിനോസസ് ആൻഡ് ട്രങ്കസ് ആർട്ടീരിയോസസ്. സൈനസ് വിനോസസ് എന്ന് പറയുന്നത് ഡീഓക്സിനേറ്റഡ് ബ്ലഡിനെ റൈറ്റ് ഓറിക്കിളിലേക്ക് ക്യാരി ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ചേമ്പറാണ്. അതിൻ്റെ കോൺട്രാക്ഷൻ്റെ ഫലമായിട്ടാണ് റൈറ്റ് ഓറിക്കിളിലേക്ക് ഡീഓക്സിനേറ്റഡ് ബ്ലഡ് എത്തിച്ചേരുന്നത്. ഇനി ട്രങ്കസ് ആർട്ടീരിയോസസ് എന്ന് പറയുന്നത് അത് വെൻട്രിക്കിളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന മേജർ ആയിട്ടുള്ള ചേമ്പറാണ്. പിന്നീട് അത് 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ ബ്രാഞ്ചസ് ഒരെണ്ണം ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്യും, മറ്റേത് ഡീഓക്സിനേറ്റഡ് ബ്ലഡിനെ ഓക്സിജനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സിലേക്ക് പോകും. ഇനി നമുക്ക് ഹാർട്ടിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഒന്ന് അനലൈസ് ചെയ്യാം. ഹോളോ മസ്കുലർ ഒരു ആർക്കിടെക്ചറാണ് ഹാർട്ട് ഫോളോ ചെയ്യുന്നത്, ഹോളോ സ്ട്രക്ചറാണ്. ദെൻ കാർഡിയാക് മസിൽസ് എന്ന് പറയുന്ന മസിൽസ് കൊണ്ടാണ് അത് ഉണ്ടായിരിക്കുന്നത്. ഓറിക്കിൾസ് എന്ന് പറയുന്നത് വളരെ തിൻ വോൾഡ് ആയിട്ടുള്ള ചേമ്പേഴ്സ് ആണ്. 2 ഓറിക്കിൾസ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ 2 ഓറിക്കിൾസിൻ്റെ ഇടയ്ക്ക് അവയെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർ ഓറിക്കുലാർ സെപ്റ്റം എന്ന് പറയുന്ന ഒരു പാർട്ടീഷൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ റൈറ്റ് ഓറിക്കിൾ കാണാൻ സാധിക്കും. ഇവിടെ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് റൈറ്റ് ഓറിക്കിൾ. ദെൻ ലെഫ്റ്റ് ഓറിക്കിൾ ഇവിടെ കാണാൻ സാധിക്കും, അത് റെഡ് കളറിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ റൈറ്റ് ഓറിക്കിളിലേക്ക് ഡീഓക്സിനേറ്റഡ് ബ്ലഡ് ആണ് വരുന്നത്. ദെൻ ലെഫ്റ്റ് ഓറിക്കിളിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് വരും. റൈറ്റ് ഓറിക്കിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലാർജർ ദാൻ ദ ലെഫ്റ്റ് ഓറിക്കിൾ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ റൈറ്റ് ലെഫ്റ്റിനേക്കാളും വലുതായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ റൈറ്റിലേക്ക് ഓപ്പൺ ചെയ്യുന്നത് സൈനസ് വിനോസസ് എന്ന് പറയുന്ന ഡീഓക്സിനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്യുന്ന ചേമ്പറാണ്. അപ്പോൾ ഇത് റൈറ്റ് ഓറിക്കിളാണ്, അതിലേക്ക് സൈനസ് വിനോസസിൻ്റെ ഓപ്പണിങ്സ് ആണ് വരുന്നത്. ഇനി ലെഫ്റ്റ് ഓറിക്കിൾ നോക്കുവാണെങ്കിൽ അതിലേക്ക് ഓപ്പൺ ചെയ്യുന്നത് പൾമണറി വെയിൻ ആണ്. പൾമണറി വെയിൻ റെസ്പിറേറ്ററി സ്ട്രക്ചറിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് ഇവിടെയുള്ള ബ്ലഡ് എന്ന് പറയുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിരിക്കും. ഈ 2 ഓറിക്കിൾസും ഒരു സിംഗിൾ വെൻട്രിക്കിളിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇനി നമുക്ക് വെൻട്രിക്കിളിൻ്റെ ഓർഗനൈസേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. വെൻട്രിക്കിൾ ഈസ് സെപ്പറേറ്റഡ് വിത്ത് ദ ഓറിക്കിൾസ് ബൈ എ പാർട്ടീഷൻ കോൾഡ് ഓറിക്കുലോ വെൻട്രിക്കുലാർ സെപ്റ്റം. അപ്പോൾ ഓറിക്കിൾസും വെൻട്രിക്കിളും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടീഷൻ ഉണ്ട്. ആ പാർട്ടീഷന് പറയുന്ന പേരാണ് ഓറിക്കുലോ വെൻട്രിക്കുലാർ സെപ്റ്റം. വെൻട്രിക്കിൾ എന്ന് പറയുന്നത് വളരെ തിക്കായിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. മറ്റേ ഓറിക്കിൾസ് അങ്ങനെയല്ല, അത് തിൻ വോൾഡ് ആണ്. അതിൻ്റെ ക്യാവിറ്റി ഓവറോൾ സ്പേസ് എന്ന് പറയുന്നത്, വോളിയം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഹാസ് റെഡ്യൂസ്ഡ് ക്യാവിറ്റി ദാൻ ദ ഓറിക്കിൾസ്. ദെൻ ഇറ്റ് ഈസ് ഗാർഡഡ് ബൈ സെമി ലൂണാർ വാൽവ്സ്. സെമി ലൂണാർ വാൽവ്സ് എന്ന് പറയുന്ന ഒരു വാൽവ് വഴിയാണ് ഇതിനകത്തുള്ള മൂവ്മെൻറ്റ് റെഗുലേറ്റഡ് ആകുന്നത്. ഇത് കണക്റ്റഡ് ആയിരിക്കുന്നത് ട്രങ്കസ് ആർട്ടീരിയോസസ് എന്ന് പറയുന്ന അഡീഷണൽ ചേമ്പറിലേക്കാണ്. ഈ ട്രങ്കസ് ആർട്ടീരിയോസസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ട്രങ്കസ് ആർട്ടീരിയോസസ് 2
ബ്രാഞ്ചായിട്ട് പിന്നീട് ഡിവൈഡ് ചെയ്യും. റൈറ്റ് ബ്രാഞ്ച് ദെൻ ലെഫ്റ്റ് ബ്രാഞ്ച്. അപ്പോൾ ഇതിനെ കോണസ് ആർട്ടീരിയോസസ് എന്ന് ഈ ബ്രാഞ്ചിനെ പറയും. പിന്നെ ഉള്ളതിനെ പൾമോക്യൂട്ടേനിയസ് ആർട്ടറി എന്നാണ് പറയുന്നത്. അതായത് ഈ പർട്ടിക്കുലർ പോർഷനിൽ നിന്ന് 2 ഡിവിഷൻസ് ഉണ്ടാവും. ഒരെണ്ണം ഓക്സിനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ്, മറ്റേത് ഡീഓക്സിനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ്. ഹാർട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ബ്രീഫായിട്ട്, വളരെ ബേസിക് ആയിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു സ്കീമാറ്റിക് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഫ്ലോ ചാർട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സൈനസ് വിനോസസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ടിഷ്യൂസിൽ നിന്നുള്ള ഡീഓക്സിനേറ്റഡ് ബ്ലഡ് ഇവിടെയുണ്ട്. ആ ഡീഓക്സിനേറ്റഡ് ബ്ലഡ് റൈറ്റ് ഓറിക്കിളിലേക്ക് ട്രാൻസ്ഫേർഡ് ആവും. വെൻ സൈനസ് വിനോസസ് കോൺട്രാക്ട്സ്, deoxygenated blood from this particular chamber will be carried into the right auricle. ഇതേപോലെ തന്നെ സൈമൾട്ടേനിയസ് ആയിട്ട് പൾമണറി വെയിൻ എന്ന് പറയുന്ന റെസ്പിറേറ്ററി സ്ട്രക്ചറിൽ നിന്ന് വരുന്ന വെയിന് ഓക്സിനേറ്റഡ് ബ്ലഡ് ഈ ലെഫ്റ്റ് ഓറിക്കിളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ലെഫ്റ്റ് ഓറിക്കിളും റൈറ്റ് ഓറിക്കിളും ബ്ലഡ് കൊണ്ട് ഫിൽഡ് ആവും. ഇവ തമ്മിൽ ഒരു സെപ്റ്റം കൊണ്ട് സെപ്പറേറ്റഡ് ആണ്, അതുകൊണ്ട് മിക്സിംഗ് ഒന്നും നടക്കത്തില്ല. ഇനിയുള്ളത് ഈ റൈറ്റ് ഓറിക്കിളും ലെഫ്റ്റ് ഓറിക്കിളും കോൺട്രാക്ട് ചെയ്യുന്നു. ആ ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെയുള്ള കറസ്പോണ്ടിങ് വാൽവ്സ് ഓപ്പൺ ആവും. ഓറിക്കിൾസിൽ നിന്ന് വെൻട്രിക്കിൾസിലേക്ക് അല്ലെങ്കിൽ വെൻട്രിക്കിളിലേക്ക് ബ്ലഡിൻ്റെ മൂവ്മെൻറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന വാൽവ്സ് ഓപ്പൺ ആയിട്ട് ഓറിക്കിളിൽ നിന്ന് ബ്ലഡ് വെൻട്രിക്കിളിൽ എത്തും. അപ്പോൾ 2 ഓറിക്കിൾസും കോൺട്രാക്ട് ചെയ്യുന്നു. ബ്ലഡ് വിൽ ബി ട്രാൻസ്ഫേർഡ് ഇൻ ടു ദ വെൻട്രിക്കിൾ. അപ്പോൾ വെൻട്രിക്കിൾ പിന്നീട് കോൺട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ബ്ലഡ് ട്രങ്കസ് ആർട്ടീരിയോസസ് എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ ചേമ്പറിലേക്ക് എത്തുന്നു. അതിന് 2 ബ്രാഞ്ചസ് ആണുള്ളത്. ആ 2 ബ്രാഞ്ചസിലൂടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോർഷൻസിലേക്ക് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നു. ഇതാണ് ഹാർട്ടിൻ്റെ നോർമൽ ആയിട്ടുള്ള വർക്കിംഗ്. ഇനി ഇതിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സിസ്റ്റമാണ് പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത്. A portal system is a system of veins that begin in capillaries in one organ and ends in capillaries of another organ. ഒരു ഓർഗനിലുള്ള ക്യാപ്പിലറീസിൽ തുടങ്ങി മറ്റൊരു ഓർഗനിലുള്ള ക്യാപ്പിലറീസിൽ എൻഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഓഫ് വെയിൻസ് ആണ്, നെറ്റ്വർക്കാണ് പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത്. 2 ടൈപ്പാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം ആൻഡ് റീനൽ പോർട്ടൽ സിസ്റ്റം. ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത് അത് നമ്മുടെ ലിവറുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രോഗിൻ്റെ ലിവറുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ദെൻ റീനൽ പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത് കിഡ്നിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു പോർട്ടൽ സിസ്റ്റമാണ്. ഇപ്പോൾ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാം. വെയിൻസ് കളക്ട് ബ്ലഡ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ അലിമെൻ്ററി കനാൽ ആൻഡ് ഹൈൻഡ് ലിംബ് ആൻഡ് എംപ്റ്റി ദം ഇൻ ലിവർ. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഗൻ എന്ന് പറയുന്നത് അലിമെൻ്ററി കനാലാണ്. അലിമെൻ്ററി കനാലിൽ നിന്നുള്ള ബ്ലഡ് ക്യാപ്പിലറീസ് ബ്ലഡ് കളക്ട് ചെയ്തിട്ട് അത് ആ വെയിൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള വെയിൻസ് പിന്നീട് ലിവറിലുള്ള ക്യാപ്പിലറീസിൽ എൻഡ് ചെയ്യുന്നു. അപ്പോൾ അലിമെൻ്ററി കനാല്, ലിവർ, ഇതിൻ്റെ ഇടയ്ക്കുള്ള വെയിൻസിൻ്റെ ഒരു സിസ്റ്റമാണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിനകത്ത് 2 തരത്തിലുള്ള വെയിൻസ് ആണ് ഇൻവോൾവ് ആയിരിക്കുന്നത്, ആൻറ്റീരിയൽ അബ്ഡോമിനൽ വെയിൻ ദെൻ ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ. ഇനി റീനൽ പോർട്ടൽ സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഹൈൻഡ് ലിംബിൽ നിന്നും മസിൽസിൽ നിന്നും ബാക്കിലുള്ള മസിൽസിൽ നിന്നും ഇത് ബ്ലഡിനെ കളക്ട് ചെയ്ത് അല്ലെങ്കിൽ ആ പാത്വേയിലൂടെ ട്രാൻസ്ഫർ ചെയ്ത് ഫൈനലി കിഡ്നിയിൽ എംപ്റ്റി ചെയ്യുന്നു. കളക്ട് ബ്ലഡ് ഫ്രോം ഹൈൻഡ് ലിംബ്സ് ആൻഡ് മസിൽസ് ഓഫ് ദ ബാക്ക് ആൻഡ് എംപ്റ്റി ദം ഇൻ കിഡ്നി. അപ്പോൾ ഹൈൻഡ് ലിംബിലുള്ള മസിൽസ് അതുപോലെ തന്നെ ബാക്കിലുള്ള മസിൽസ് ഇവയാണ് ഇതിൻ്റെ ഒരു ഒറിജിൻ പോയിന്റ് എന്ന് പറയുന്നത്. പിന്നീട് ഫൈനലി ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ബ്ലഡിനെ ട്രാൻസ്ഫർ ചെയ്യിക്കുന്നത് കിഡ്നിയിലേക്ക് ആണ്. അതുകൊണ്ടാണ് ഇതിനെ റീനൽ പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ ഇൻവോൾവ് ആയിരിക്കുന്ന മേജർ വെയിൻസ് എന്ന് പറയുന്നത് സയാറ്റിക് വെയിൻ ദെൻ ഫീമറൽ വെയിൻ, 2 വെയിൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പോർട്ടൽ സിസ്റ്റത്തിൻ്റെ സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ് എന്താണെന്ന് അനലൈസ് ചെയ്യാം. ഇറ്റ് ഈസ് എ ഷോർട്ട് കട്ട് പാത്വേ ഫോർ കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് വിത്തിൻ ദ ബോഡി. Without going to heart and respiratory organs, material can be transported. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതൊരു ഷോർട്ട് കട്ട് പാത്വേ പോലെയാണ് ആക്ട് ചെയ്യുന്നത് മെറ്റീരിയൽസിൻ്റെ കണ്ടക്ഷനെ വെച്ച് നോക്കുകയാണെങ്കിൽ.
ഇപ്പോൾ ഓർഗാനിസത്തിൻ്റെ ബോഡിക്കുള്ളിൽ മേജർ ആയിട്ടുള്ള ഹാർട്ട്, റെസ്പിറേറ്ററി ഓർഗൻസ് ഇതിലൊന്നും ടച്ച് ചെയ്യാതെ തന്നെ മെറ്റീരിയൽസിനെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ റീനൽ പോർട്ടൽ സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. ബ്രിങ് വേസ്റ്റ് പ്രോഡക്ട്സ് ഫ്രോം ഹൈൻഡ് ലിംസ് ഫോർ ഇമ്മീഡിയറ്റ് റിമൂവൽ ത്രൂ യൂറിൻ. അപ്പോൾ ഹൈൻഡ് ലിംസും ദെൻ കിഡ്നിയുമായിട്ടുള്ളൊരു കണക്ഷനാണ് റീനൽ പോർട്ടൽ സിസ്റ്റത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹൈൻഡ് ലിംസിൻ്റെ ആക്ഷൻ്റെ ഫലമായിട്ട് അവിടെയുള്ള ഗ്ലൈക്കോളിസിസിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്ട്സ്, ആ പ്രോഡക്ട്സ് ഈ സിസ്റ്റം വഴി കിഡ്നിയിലെത്തുന്നു, അങ്ങനെ യൂറിൻ വഴി റിമൂവ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ അതൊരു ഷോർട്ട് കട്ട് പാത്വേ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഈ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റത്തിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കാം. ബ്രിങ് വേരിയസ് പ്രോഡക്ട്സ് ഓഫ് ഡൈജഷൻ ടു ലിവർ. ഇപ്പോൾ അലിമെൻ്ററി കനാലും ലിവറുമായിട്ടുള്ള കണക്ഷനാണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റത്തിൽ എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നത്. അപ്പോൾ ഡൈജഷൻ്റെ പല പ്രോഡക്ട്സിനെയും ലിവറിലേക്ക് കൊണ്ടുപോകുന്നത് ഈ പർട്ടിക്കുലർ സിസ്റ്റം ആണ്. ഇറ്റ് സെപ്പറേറ്റ്സ് എക്സസ് ഷുഗർ ആൻഡ് സ്റ്റോർസ് ദം ആസ് glycogen. Another function is the storage of sugars as glycogen. അപ്പോൾ എക്സസ് ഷുഗറിനെ, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആയിട്ട് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ സഹായിക്കുന്നുണ്ട് ഈ പാത്വേ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇതാണ് പോർട്ടൽ സിസ്റ്റത്തിൻ്റെ മേജർ ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ്. അതുപോലെ തന്നെ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റത്തിൻ്റെ അഡീഷണൽ ആയിട്ടൊരു ഫീച്ചർ എന്ന് പറയുന്നത് അമോണിയ എന്ന് പറയുന്ന ടോക്സിക് മെറ്റീരിയലിനെ യൂറിയ ആയിട്ട്, ലെസ് ടോക്സിക് ആയിട്ടുള്ള യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ആ പാത്വേയിലും ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം ഇൻവോൾവ് ആണ്. ഇതൊക്കെയാണ് പോർട്ടൽ സിസ്റ്റത്തിൻ്റെ സിഗ്നിഫിക്കൻസ്. അപ്പോൾ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ കൂടെ പോർട്ടൽ സിസ്റ്റത്തിൻ്റെയും ഫീച്ചേഴ്സ് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്.